നമസ്കാരം. വന്നു ഞാൻ വീണ്ടും. ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ലിറ്റി ഇന്നത് കാണിക്കാവോ അത് കാണിക്കാവോ എന്ന്. അത് ചില ക്വസ്റ്റ്യൻസ് എനിക്ക് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്യും. അന്ന് തന്നെ വീഡിയോ ചെയ്യാൻ തോന്നുകയും ചെയ്യും. അങ്ങനെ ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന്. ഒരു സാധനം കാണിക്കാവോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ എന്നോട് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എനിക്കറിയാൻ മേല കേട്ടോ, എങ്ങനെ ഇവിടെ ഇമ്മാതിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റുന്നെന്ന്. വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനൊക്കെ പടച്ചുവിടുന്നവരെ കണ്ടോണ്ടല്ലോ. എന്നാളും ചോദിച്ചതല്ല, ക്വസ്റ്റ്യൻ ചോദിച്ചത് ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. ക്വസ്റ്റ്യൻ ഞാൻ കാണുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ എന്താ പറയുന്നത് ടാഗ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ആ കമന്റ്. ചോദിച്ചത് എത്രയാണ്, ലിറ്റിയുടെ വാച്ച് കളക്ഷൻസ് ഒന്ന് കാണിക്കാവുന്നു. വാച്ച് കളക്ഷൻ മാത്രമല്ല, വേറെ എന്തോ ഇവിടെ കാണിക്കാവെന്ന് ചോദിച്ചായിരുന്നു. പക്ഷെ ആദ്യം ഞാൻ വാച്ച് കളക്ഷൻ കാണിക്കാം. കാരണം ഇത് വാച്ച് കളക്ഷൻ മാത്രം കാണിക്കുമ്പോൾ ഇത് കുറെ ഉള്ളത് കൊണ്ട് ഒറ്റ വീഡിയോ തിരിയല. അതുകൊണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ അടുത്ത ദിവസം നോക്കിയിട്ട് കാണിക്കാം. അപ്പൊ ഫസ്റ്റ് എന്റെ വാച്ച് കളക്ഷൻ. ഓക്കെ, ആദ്യത്തെ വാച്ച് കളക്ഷൻ എന്ന് പറഞ്ഞത് ഇത് ഈ ഒരു വാച്ചാണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് വാച്ച് അല്ല, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് വാച്ച്. നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ഉറങ്ങാൻ നേരവും കുളിക്കാൻ നേരവും മാത്രമേ ഈ ഒരു സാധനം അഴിച്ചു വെക്കാറുള്ളൂ. ഇത് ആപ്പിളിൻ്റെ ഒരു വാച്ചാണ്. അപ്പോൾ ഈ വാച്ച് ആപ്പിളിൻ്റെ ഒരു വാച്ചാണ്. ആപ്പിൾ 9 ആണ്. ഇത് ആപ്പിളിന്റെ എൻ്റെ രണ്ടാമത്തെ വാച്ച് കേട്ടോ. ആദ്യത്തെ വാച്ച് കൊടുത്തു. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് വാച്ച് ഒന്നുമല്ല. ആപ്പിളിന്റെ എനിക്കൊന്ന് സീരിയസ് 9 ആണെന്ന് തോന്നുന്നു ഈ ഒരു വാച്ച്. ഇത് ഒരു പീച്ച് കളർ, പീച്ചാണോ ഏതൊരു കളർ, ഒരു പിങ്ക് ആയിരുന്നു ആദ്യത്തേത്. അപ്പം ഇതാണ് എൻ്റെ ഒരു വാച്ച്. ഞാൻ എപ്പോഴും ഈ സാധനം കെട്ടിക്കൊണ്ടിരിക്കും. എന്നോട് എല്ലാവരും ചോദിക്കും, ഈ വാച്ച് ഊരാറേ ഇല്ല, എന്താ ഊരാത്തത്? സ്മാർട്ട് വാച്ച് ആണ്. കാരണം എനിക്കിപ്പോൾ അടുക്കളയിലോ അല്ലാത്തപ്പോഴൊക്കെ നിങ്ങളുടെ മെസ്സേജ് ഒക്കെ കാണുന്നത് നോക്കിയാൽ മതിയല്ലോ, കോളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത് എപ്പോഴും കെട്ടുന്നത്. ഇതില്ലാതൊരു ജീവിതം എനിക്കില്ല. പിന്നെ അടുത്ത വാച്ച് എന്തി ഞാൻ പാത്ത് വെച്ചത്. അടുത്താണ് ഈ ഒരു വാച്ച്. ഇത് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത് ഇച്ചിരി തള്ളാന്ന്. ഇത് ക്ലോസ് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഞാൻ കാണിക്കാം. ഈ വാച്ച് ഇച്ചിരി തള്ളാന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് കണ്ടോ, ഇതിലുള്ള സ്റ്റോൺ വർക്കൊക്കെ ഒറിജിനൽ സ്റ്റോൺ ആട്ടോ. ഇത് ദമാസിന്ന് വാങ്ങിച്ചൊരു വാച്ചാണ്. ഇത് ഏകദേശം ഒരു 5000 ദിറംസ് വരെയുള്ളൊരു വാച്ചാണ്. ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല, ആദ്യമേ തന്നെ പറയാം. ഇത് ജേഡ് ഉണ്ടായപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട്, ഇവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഇവിടെ ഒരു ലോക്കല്, മറിയം അൽ മൻസൂരി എന്ന് പറയുന്നത്. പുള്ളിക്കാരി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തന്ന വാച്ചാ ഇത്. സത്യം പറഞ്ഞ ആ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട്, ഇത് ദമാസിന്റെ വൗച്ചർ ഉണ്ടായിരുന്നു അറിയത്തില്ല. ദമാസ് ഞങ്ങൾ ഈ വാച്ചും കൊണ്ട് ചെന്നു, ഇതൊന്ന് മാറി കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട്. ഈ വാച്ചിന് വരെ വല്ല ഗോൾഡ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ പ്രൈസ് കേട്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. അന്ന് 5000 ദിറംസ് ആയിരുന്നു ഈ വാച്ചിന്റെ വില. പക്ഷെ അവർ പറഞ്ഞു ഇത് ഗിഫ്റ്റ് ആയിട്ട് സ്പെഷ്യൽ എഡീഷൻ അവർ വാങ്ങിച്ചത് കൊണ്ട് ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഇതാണ് ആ വാച്ച്. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ഇടും. പക്ഷെ ഇപ്പൊ ഞാൻ ഈ സ്മാർട്ട് വാച്ച് കെട്ടാൻ തുടങ്ങിയ പിന്നെ അങ്ങനെ ഇടത്തില്ല. വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സാരിയൊക്കെ ഉടുക്കുമ്പോൾ ഞാൻ ഇടാറുണ്ട്. ഉണ്ടോ, ഇത് ഒറിജിനൽ എന്താ പറയേണ്ടത്, ഒറിജിനൽ ഗോൾഡ് അല്ലെന്ന് ആണെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ 18 ക്യാരറ്റോ ഇത് കൊണ്ട് ഇത്ര എനിക്കൊന്ന് 12 വർഷം പഴക്കമുള്ളത് വാച്ചാണ് കേട്ടോ. 12 വർഷം പഴക്കമുണ്ട്. നല്ല ഭംഗിയില്ല ഈ വാച്ചാണ്. ഇതിന്റെ സ്റ്റോൺ ഒക്കെ ഒറിജിനൽ സ്റ്റോൺ ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വാച്ചാണ്. എനിക്കൊരു സ്പെഷ്യൽ വാച്ചാണ്. അങ്ങനെ ആ പുള്ളിക്കാരത്തി എനിക്ക് ഗിഫ്റ്റ് തന്നത് കൊണ്ട് ഇതുണ്ടോ, എനിക്ക് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത്. അല്ലാതെ ഞാൻ കാശ് കൊടുത്ത എന്നുള്ള 5000 ദിറംസിന്റെ വാച്ചൊന്നും ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് ഒത്തിരി സ്പെഷ്യലാണ് ഈ വാച്ച്. ഞാൻ ഈ വാച്ച് കാണുമ്പോൾ ഇന്ന് മറിയത്തിനെ ഓർക്കും ഈ സംഭവം. അങ്ങനെ അടുത്ത വാച്ചെന്ന് കാണിക്കാൻ എന്നിലെ പ്രത്യേകിച്ച് വാച്ചൊന്നുമില്ല. ആകെ 2 വാച്ചേ ഉള്ളൂ. ഈ ചോദ്യം ചോദിച്ചവരെ കാര്യം എന്നെ കിട്ടിയുണ്ടല്ലോ, ഈ 2 വാച്ച്, ഇതും ഈ 2 വാച്ച് എന്റെ വാച്ച് കളക്ഷനിലുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണ പെൺകുട്ടികളെ പോലെ സാധാരണ പെണ്ണുങ്ങളെ പോലെ ഒത്തിരി വാച്ചിനോട് ക്രൈസോ അതല്ലാതെ എന്താ പറയുക, സാധാരണ പെൺകുട്ടികൾക്കുള്ള പല സാധനങ്ങളുണ്ടല്ലോ. ഈ 2 ചോദിച്ചാല് എന്റെ നോസ്പിൻ, ആകെ 2 നോസ്പിന്നേ ഉള്ളൂ. ഇമാതിരി സാധനങ്ങളോടൊന്നും എനിക്ക് ക്രൈസ് ഇല്ല.
സോറി, എനിക്ക് തേർട്ടി വരും. ഇമാതിരി സാധനങ്ങളോടൊന്നും എനിക്ക് ക്രേസ് ഇല്ല. പക്ഷെ സാധാരണ പെൺകുട്ടികൾക്ക് ഇല്ലാത്ത വേറെ പല സാധനങ്ങൾക്കും എനിക്ക് ക്രേസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പെൺകുട്ടി നഹിഹേ ഞാൻ. അങ്ങനെ ഓരോ സാധനങ്ങളോടും എനിക്ക് ക്രേസ് ഇല്ല. അതുകൊണ്ട് വാച്ച് തന്നെ എനിക്ക് രണ്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വാച്ചും അത് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം കിട്ടുന്നത്. അതെല്ലാം മാറ്റി കെട്ടാൻ വേണ്ടിയിട്ട് എനിക്കൊരു വാച്ച് പോലും ഇല്ല. ഇങ്ങനെ ഉള്ളവരുണ്ടോ? എന്നെ പോലെ രണ്ട് വാച്ചുള്ളവർ, ഒരു വാച്ചുള്ളവരും ഉണ്ടെന്ന് എനിക്കറിയാം. ഈ വാച്ചൊന്നും അല്ലല്ലോ ജീവിതത്തിന്റെ വലിയ കാര്യങ്ങൾ. പക്ഷെ ഇനിയും നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കണം. എനിക്കിഷ്ടമാണ് എന്റെ ഓരോരോ കളക്ഷൻസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചോദിച്ചോണ്ട് ചെയ്താ കേട്ടോ. മറ്റേത് കാണിച്ചാൽ ആരോടൊക്കെ പറഞ്ഞു എന്റെ ദൈവമേ പൊങ്ങച്ചോ എന്ന് വിചാരിച്ച ആ ബോക്സ് കണ്ടപ്പെടുന്നു. ഇതിന്റെ ഒന്നും ബോക്സ് ഞാൻ ഇതിന്റെ ഉണ്ട്, ദമാസിന്റെ ബോക്സ് ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ടുണ്ട്. ദമാസിന്ന് വാങ്ങിച്ചുണ്ട്. ബോക്സും ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. ബാക്കി പ്രത്യേകിച്ച് ഇതിന്റെ ബോക്സ് ഇരിപ്പുണ്ട്. ഈ രണ്ടെണ്ണത്തിനും ഉണ്ട് കേട്ടോ. ബോക്സ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇനി അടുത്തത് ഇതുപോലത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ ഉത്തരവായിട്ട് വരാം. അപ്പോൾ കണ്ടന്റ് ഇല്ലാതെ വിഷമിച്ചിരുന്ന എനിക്ക്, കണ്ടന്റ് ദാരിദ്ര്യത്തിൽ മുഴുകിയിരുന്ന എനിക്കൊരു കണ്ടന്റ് തന്നതിന് സ്പെഷ്യൽ താങ്ക്സ്. ഇനി ഇങ്ങനത്തെ കളക്ഷൻസും ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്നോട് ചോദിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ സംഭവങ്ങൾ കാണിക്കാനായിട്ട്. അപ്പൊ ശരി, എന്നാ പോയച്ചും വരാം.